ലയൺ മയൂര റോയൽ കിങ്ഡം സിക്കിമിലെ ഗാംഗ്ടോക്കിൽ കഴിഞ്ഞ ദിവസം നടത്തിയ അഗ്നിമഹായാഗത്തിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. കേരളത്തിൽ നിന്നെത്തിയ LMRK പ്രതിനിധികളടക്കം 1000-ഓളം പേർ സിക്കിമിൽ നടന്ന യാഗത്തിൽ പങ്കെടുത്തു. കാഞ്ചൻജംഗ പർവ്വതനിരയോട് ചേർന്ന പ്രദേശത്ത് നടന്ന യാഗത്തിലേക്ക് പ്രതികൂല സാഹചര്യങ്ങൾ അവഗണിച്ചാണ് ആളുകൾ എത്തിയത്. താന്ത്രിക വിദ്യകൾക്ക് തഞ്ചാവൂരിൽ നിന്ന് എത്തിയ 10 ആചാര്യന്മാർ നേതൃത്വം നൽകി. മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠരും സന്നിഹിതരായിരുന്നു. ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു യാഗം. പഴനി, അയോധ്യ, ഉജ്ജയിൻ, തിരുപ്പതി, ഡൽഹി എന്നിവിടങ്ങളിൽ അഗ്നിഹോമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് അഗ്നിയാഗം നടന്നത്. ഭാരതത്തെ സൂപ്പർ പവറാക്കി മാറ്റുന്നതിന് ഭഗവാൻ മുരുകന്റെ നിർദ്ദേശപ്രകാരം പഞ്ചഭൂതങ്ങളായ ഭൂമി, വായു, ആകാശം, ജലം എന്നിവയ്ക്ക് യാഗങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് അഗ്നിയാഗം നടന്നത്. രാജ്യത്തിന്റെ വടക്ക് കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സിക്കിം നാടിന്റെ പൂജാമുറിയാണെന്നും കാഞ്ചൻജംഗ പർവ്വതനിരയിൽ മറഞ്ഞിരിക്കുന്ന അഗ്നിസ്രോതസ് രാജ്യത്തിന്റെ ഊർജ്ജ പ്രവാഹമാണെന്നും കരുതപ്പെടുന്നു. LMRK ആസ്ഥാനമായ തൃശൂരിൽ നിന്നും 100 കിലോമീറ്റർ അപ്പുറമുള്ള സിക്കിം യാഗവേദിയാകാൻ ഇതാണ് കാരണം. പഴനി, ചെന്നൈ, ഉജ്ജയിൻ എന്നിവിടങ്ങളിലാണ് മുൻ യാഗങ്ങൾ നടന്നത്. 2013-ൽ മുരുകയുഗം ആരംഭിച്ച ശേഷം രാജ്യം സാമ്പത്തികമായും സൈനികമായും കൈവരിച്ച നേട്ടങ്ങളും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൈവരിച്ച പുരോഗതിയും മഹായാഗങ്ങൾക്ക് അനുബന്ധമായി സംഭവിച്ചത് യാദൃച്ഛികമായിരുന്നില്ല. പഞ്ചഭൂതങ്ങൾക്ക് യാഗം പൂർത്തിയാക്കിയ ശേഷം ലോകസമയക്രമം ഭാരതത്തിന് അനുകൂലമാക്കി മാറ്റുന്നതിനായി 6ാമതൊരു യാഗം കൂടി LMRK നടത്താൻ ഒരുങ്ങുന്നുണ്ട്. ഇതിന്റെ വേദിയും സമയവും നിശ്ചയിച്ചിട്ടില്ല. ഗാംഗ്ടോക്കിൽ കേരളത്തിൽ നിന്ന് എത്തിയ LMRK സംഘത്തെ ക്യാപ്റ്റൻ രജിത് കുമാർ നയിച്ചു. പ്രത്യേക രജിസ്ട്രേഷൻ സൗകര്യം വഴിയാണ് ഓരോരുത്തരുടെയും പങ്കാളിത്തം ഉറപ്പാക്കിയത്. LMRK അംഗങ്ങളായ വിദേശികളടക്കമുള്ളവരും യാഗത്തിൽ പങ്കാളികളായി. സിക്കിം സർക്കാരിന്റെ ഭാഗമായ ഉന്നത ഉദ്യോഗസ്ഥരും സൈനിക, അർദ്ധസൈനിക വിഭാഗങ്ങളിലെ അംഗങ്ങളും യാഗത്തിൽ പങ്കെടുത്തു.